പിന്നെ ഞങ്ങളുടെ ജഡത്തിൻ്റെ അകത്ത്, ഇപ്പോൾ ഈ ജഡത്തിൻ്റെ അകത്ത് ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ ഉണ്ടാക്കിയ ദൈവമാണ് ബാക്കി എല്ലാ ആത്മാക്കളെയും ഉണ്ടാക്കി. ദൈവം വെളിച്ചമായോണ്ട് വെളിച്ചങ്ങളുടെ പിതാവെന്ന് ജെയിംസിൻ്റെ പുസ്തകത്തിൽ, യാക്കോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വെളിച്ചങ്ങളുടെ പിതാവ്. ദൈവം വെളിച്ചമായ കാരണം യോഹന്നാൻ 8:12 എഴുതിയ പോലെ ദൈവം വെളിച്ചമായ കാരണം, ദൈവം ആത്മാവായ കാരണം പല മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ച ദൈവം ആത്മാവാണ്. മാലാഖമാരെയും ആത്മാവിൻ്റെ മണ്ഡലത്തിലാണ് സൃഷ്ടിച്ചത്. ഈ ആത്മാക്കളുടെ മണ്ഡലത്തിലാണ് ചെറുബിം പറഞ്ഞ ഒരു കൂട്ടം ദൈവം സൃഷ്ടിച്ചത്. ഈ കൂട്ടം മാലാഖമാരാണ് പിന്നീട് വീഴുകയും ദൈവത്തിൻ്റെ എതിരാളികളുമായി വന്ന്. ഇത് എഴുതിയത് എസെക്കിയേൽ എന്ന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ചെറുബിം എവിടുന്ന് ദൈവത്തിൻ്റെ അരികെ എങ്ങനെ വന്നു അത് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി എസെക്കിയേൽ 1:10, 10:14, റെവലേഷൻ അവസാനത്തെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4:7 വായിച്ചാൽ മതി. അല്ലെങ്കിൽ 4 മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചെറുബിം എന്ന് പറഞ്ഞ മാലാഖ പിന്നീട് അത് സാത്താനായി തീരുന്നു, ദൈവത്തിൻ്റെ എതിരാളിയായി തീരുന്നു ചെയ്തു. ദൈവം ഞങ്ങളെ ജഡത്തിൽ സൃഷ്ടിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി ദൈവവും ദൈവത്തിൻ്റെ സൈന്യവും സാത്താൻ്റെ സൈന്യവുമാണ് യുദ്ധം നേടുന്നത്. അവിടെയാണ് ഞങ്ങൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ അവർ ഈ വീണുപോയ മാലാഖമാരുടെ സൈന്യം തൂക്കുന്നത്.